Hi students. In the measures of central tendency, computation of arithmetic mean in continuous series. അതാണ് ഇന്ന് എടുക്കാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ computation of measures of central tendency in individual series എടുത്തു. അത് 3 മെത്തേഡ് എടുത്തു. അതുപോലെ തന്നെ മീൻ മീഡിയൻ മോഡ് പറഞ്ഞു തന്നു. അതുപോലെ തന്നെ ഇനി ഡിസ്ക്രീറ്റ് സീരീസ് മീൻ മീഡിയൻ മോഡ് 3 ഡിസ്ക്രീറ്റ് സീരീസിൽ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്തതെന്ന് നമ്മൾ കണ്ടു. ഇനി കണ്ടിന്യൂസ് സീരീസിൽ ഹൗ അരിത്തമെറ്റിക് മീൻ ഈസ് കാൽക്കുലേറ്റഡ്. സോ ഫോർ കാൽക്കുലേറ്റിംഗ് അരിത്തമെറ്റിക് മീൻ ഇൻ കണ്ടിന്യൂസ് സീരീസ് there are 3 methods. First, direct method. So in direct method the equation is x bar is equal to sigma fm by sigma f. F bar is equal to x bar is equal to sigma fm by sigma f. ഇവിടെ എം എന്ന് പറയുന്നത് മിഡ് പോയിന്റ് ആണ്. ഇത് പ്രോബ്ലം ചെയ്യുമ്പോൾ ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരാം. ഇനി സെക്കൻഡ് മെത്തേഡ് അസ്യൂംഡ് മീൻ മെത്തേഡാണ്. അസ്യൂംഡ് മീൻ മെത്തേഡ് സെക്കൻഡ് മെത്തേഡ് അസ്യൂംഡ് മീൻ മെത്തേഡ്. ഇത് ഡിസ്ക്രീറ്റ് സീരീസിൽ അസ്യൂംഡ് മെത്തേഡ് ഒന്ന് പറഞ്ഞതാണ്. അത് തന്നെ സെയിം ഇക്വേഷൻ തന്നെയാണ്. എക്സ് ബാർ ഈസ് ഈക്വൽ ടു സിഗ്മ എഫ് ഡി ബൈ സിഗ്മ എഫ്. കാൽക്കുലേഷൻ ഒരു ചെറിയ വ്യത്യാസം ഉണ്ടെന്ന് മാത്രം. ഇനി തേർഡ് സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ്. അസ്യൂംഡ് മീൻ മെത്തേഡ് തേർഡ് മെത്തേഡ്. ഈ സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ് ഡിസ്ക്രീറ്റ് സീരീസിൽ പറഞ്ഞിരുന്നതാണ്. അതും കാൽക്കുലേഷന് ചെറിയൊരു വ്യത്യാസമുള്ളൂ. സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ്. ഇവിടെ ഇക്വേഷൻ ഒന്ന് തന്നെ. എക്സ് ബാർ ഈസ് ഈക്വൽ ടു എ പ്ലസ് സിഗ്മ എഫ് ഡി ബൈ എൻ. എഫ് ഡി ബൈ സിഗ്മ എഫ്. എ പ്ലസ് സിഗ്മ എഫ് ഡി ബൈ സിഗ്മ എഫ്. ഇനി സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡിൽ എക്സ് ബാർ ഈസ് ഈക്വൽ ടു എ പ്ലസ് സിഗ്മ എഫ് ഡി ഡാഷ് ചെറിയൊരു ഡിഫറൻസ് ബൈ സിഗ്മ എഫ് ഇൻറ്റു സി. ഇതാണ് 3 ഇക്വേഷന്. ഈ 3 ഇക്വേഷൻ വീണ്ടും ചെയ്ത് പറഞ്ഞ് മനസ്സിൽ ഉറപ്പിക്കുക. ഇനി ഡയറക്റ്റ് മെത്തേഡിലെ ഒരു പ്രോബ്ലം നമുക്ക് ചെയ്യാം. ഇൻ കേസ് ഡയറക്റ്റ് മെത്തേഡ് ഹൗ അരിത്തമെറ്റിക് മീൻ ഈസ് കാൽക്കുലേറ്റഡ്. ഡയറക്റ്റ് മെത്തേഡ് എക്സാമിന് വരാൻ സാധ്യത കുറവാണ്. എന്തായാലും അരിത്തമെറ്റിക് മീനിൽ നിന്ന് ഒരു പ്രോബ്ലം ഷുവറായിട്ടും വരും പരീക്ഷയ്ക്ക്. അത് അസ്യൂംഡ് മീൻ മെത്തേഡോ അല്ലെങ്കിൽ സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡോ ആയിരിക്കും. ഒരു മെത്തേഡും ചോദിച്ചിട്ടില്ലെങ്കിൽ സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡാണ് ഏറ്റവും എളുപ്പം. അത് പഠിച്ച് ആ രീതിയിൽ ചെയ്താൽ മതി. മെത്തേഡ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ മെത്തേഡ് തന്നെ ചെയ്യണം. അതിനുവേണ്ടിയാണ് 3 മെത്തേഡ് ഞാനിവിടെ റിപ്പീറ്റ് ചെയ്ത് നിങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. ഡയറക്റ്റ് മെത്തേഡിൽ നമുക്ക് കുറച്ച് കുട്ടികളുടെ മാർക്സും നമ്പർ ഓഫ് സ്റ്റുഡൻസുമാണ് നമുക്ക് തന്നിരിക്കുന്നത്. നമ്മൾ നേരത്തെ ഡിസ്ക്രീറ്റ് സീരീസിൽ എടുത്തതുപോലെ മാർക്സിനെ നമുക്ക് എക്സ് എന്ന് എടുക്കാം. നമ്പർ ഓഫ് സ്റ്റുഡൻസിനെ നമുക്ക് എഫ് എന്നും എടുക്കാം. ഫ്രീക്വൻസി എന്നും എടുക്കാം. നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഫ്രീക്വൻസിയും അതുപോലെ തന്നെ മാർക്ക് എക്സ് എന്നും എടുക്കുന്നു. ഇനി മാർക്ക് ഇവിടെ 0 to 10. ഇതാണ് കണ്ടിന്യൂസ് സീരീസ്. ഒരു ലോവർ ലിമിറ്റ് ഒരു അപ്പർ ലിമിറ്റ് തരുന്ന സീരീസാണ് കണ്ടിന്യൂസ് സീരീസ്. അത് ഇൻഡിവിജ്വൽ സീരീസിൽ ഒറ്റ ഐറ്റം മാത്രമേ തരുള്ളൂ. ഡിസ്ക്രീറ്റ് സീരീസിൽ 2 അളവ് തരും. കണ്ടിന്യൂസ് സീരീസിൽ ക്ലാസ്സുകളായിട്ടായിരിക്കും അളവ് തരുന്നത്. അതായത് ഒരു ലോവർ ലിമിറ്റ് ഒരു അപ്പർ ലിമിറ്റ് തരും. 0 മുതൽ 10 വരെ മാർക്ക് മേടിച്ചവർ, 10 മുതൽ 20 മാർക്ക് മേടിച്ചവർ. ഇനി 20 to 30 മീൻസ് 20 മുതൽ 30 മാർക്ക് വരെ മേടിച്ചവർ. 30 to 40, 40 to 50, then 50 to 60, 60 to 70. ടോട്ടൽ മാർക്ക് ടോപ്പ് മാർക്ക് 70 ആണ്. അവിടെ വരെ മാർക്ക് മേടിച്ച മാർക്കാണ് ഈ തന്നിരിക്കുന്നത്. ഇനി ഓരോ മാർക്ക് മേടിച്ച സ്റ്റുഡൻസിൻ്റെ എണ്ണം എത്രയാണെന്ന് നോക്കാം. 0 to 10 മാർക്ക് സ്കോർ ചെയ്തൊരു 5 സ്റ്റുഡൻസ്. ദെൻ 10 to 20 മാർക്ക് സ്കോർ ചെയ്തൊരു 12 സ്റ്റുഡൻസ്. 20 to 30 മാർക്ക് സ്കോർ ചെയ്തവർ 18 സ്റ്റുഡൻസ്. 30 to 40 25 സ്റ്റുഡൻസ്. ദെൻ 40 to 50 23. Then 50 to 60 10 and 60 to 70 7. ഇവിടെ സിഗ്മ എഫ് എം ബൈ
സിഗ്മ എഫ് ആണ്. അപ്പോൾ ഈ ഫ്രീക്വൻസിയുടെ ടോട്ടലാണ് ഇവിടെ സിഗ്മ എഫ്. അത് ആദ്യം തന്നെ അങ്ങ് കണ്ടുവെക്കുക. സിഗ്മ എഫ് ഈസ് ഈക്വൽ ടു 100. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ ചെയ്യേണ്ടത് മിഡ് പോയിന്റ് കാണുകയാണ്. മിഡ് വാല്യൂ അല്ലെങ്കിൽ മിഡ് പോയിന്റ് കാണണം. അപ്പം മിഡ് പോയിന്റ് കാണാൻ ഈ ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റോട് കൂട്ടിയിട്ട് അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ്. 0 + 10 ഡിവൈഡഡ് ബൈ 2. ഇതാണ് മിഡ് പോയിന്റ് ഈസ് ഈക്വൽ ടു ലോവർ ലിമിറ്റ് പ്ലസ് അപ്പർ ലിമിറ്റ് ഡിവൈഡഡ് ബൈ 2. ഇതാണ് ലോവർ ലിമിറ്റ്, ഇതാണ് അപ്പർ ലിമിറ്റ്. ഓരോ ക്ലാസ്സിനും ലോവർ ലിമിറ്റ് താഴെ ചെറിയ വാല്യൂ ലോവർ ലിമിറ്റും വലിയ വാല്യൂ അപ്പർ ലിമിറ്റുമാണ്. അപ്പോൾ 0യും 10 കൂടെ കൂട്ടിയാൽ 10, 10നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 5. ഇനി ഇതിൻ്റെ ക്ലാസ് ഇൻ്റർവെൽ നോക്കുക. ക്ലാസ്സുകൾ തമ്മിലുള്ള അകലം 10, 20, 30, 40. ഇപ്പം 10 ആണ് ക്ലാസ്സുകൾ തമ്മിലുള്ള അകലം. അപ്പോൾ ഇവിടെ ആ 10 വീതം കൂട്ടി എടുത്താൽ മതി. 15, 25, 35, 45, 55, 65. ഇതാണ്. അതായത് 7 × 13 130. 130യുടെ പകുതി 65. 60 + 50 110. 110ൻ്റെ പകുതി 55. ഇങ്ങനെയാണ് ഈ മിഡ് പോയിന്റ് വാല്യൂ ഈ രീതിയിലാണ് കിട്ടിയിരിക്കുന്നത്. ഇനി അടുത്ത നമ്മുടെ ഇക്വേഷനിൽ നമ്മൾ കണ്ടത് സിഗ്മ എഫ് എം ബൈ സിഗ്മ എഫ് ആണ്. ഇനി എഫ് എമ്മും കൂടി ഇൻറ്റു ചെയ്യും. ഈ മിഡ് പോയിന്റിനെ എം കൊണ്ട് ഡിനോട്ട് ചെയ്യാം. മിഡ് പോയിന്റിനെ നമ്മൾ സൂചിപ്പിക്കുന്നത് എം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. അപ്പം ഇത് ഫ്രീക്വൻസി എഫ്, ഇത് എം. അപ്പോൾ എഫ് എം ഈസ് ഈക്വൽ ടു ഇത് തമ്മിൽ ഇൻറ്റു ചെയ്യുക. എഫും 5 × 5 25, 12 × 15 180, then 18 × 25 450, then 875, 875, then 1035, then 550, 550, then 455. ഇതിൻ്റെ ടോട്ടൽ സിഗ്മ എഫ് എം ഈസ് ഈക്വൽ ടു 3570 വരും. 3500. ഇനി നമുക്കിത് ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യാം. നമുക്കിത് അപ്ലൈ ചെയ്യാം. എക്സ് ബാർ ഈസ് ഈക്വൽ ടു സിഗ്മ എഫ് എം ബൈ സിഗ്മ എഫ് ഈസ് ഈക്വൽ ടു 3570 ഡിവൈഡഡ് ബൈ 100 ഈസ് ഈക്വൽ ടു 35.70. ഈ രീതിയിലാണ് ഡയറക്റ്റ് മെത്തേഡിൽ കണ്ടിന്യൂസ് സീരീസിൽ അരിത്തമെറ്റിക് മീൻ കാൽക്കുലേറ്റർ സിഗ്മ എഫ് എം ബൈ സിഗ്മ എഫ്. ഇപ്പം എം എന്ന് പറയുന്നത് മിഡ് പോയിന്റ് ആണ്. മിഡ് പോയിന്റ് കാണാൻ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റോട് കൂട്ടിയിട്ട് തന്നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓരോ ക്ലാസ്സിനെ മിഡ് പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്യുക. എന്നിട്ട് മിഡ് പോയിന്റും എഫും കൂടി ഫ്രീക്വൻസിയും കൂടി ഇൻഡ്യൂ ചെയ്ത് അതിൻ്റെ ടോട്ടൽ എടുക്കുക. അതിന് ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. സിഗ്മ എഫ് എം ബൈ സിഗ്മ എഫ്. ഇതാണ് അരിത്തമെറ്റിക് മീൻ ഡയറക്റ്റ് മെത്തേഡ് കാണാനുള്ള ഇക്വേഷൻ. അപ്പോൾ ഡയറക്റ്റ് മെത്തേഡ് കാര്യമായിട്ട് ചിലപ്പോൾ ചോദിക്കുകയില്ല. ചോദിച്ചെങ്കിൽ ഇത് പഠിച്ചു വയ്ക്കുക. സ്റ്റെപ്പ് ഡിവിയേഷൻ മെത്തേഡാണ് ഇമ്പോർട്ടൻ്റ്. പ്രത്യേക മെത്തേഡ് പറഞ്ഞിട്ടില്ലെങ്കിൽ സ്റ്റെപ്പ് ഡിവിയേഷൻ മെത്തേഡാണ് എളുപ്പം. ആ രീതിയിൽ ചെയ്യാതെ അടുത്ത ക്ലാസ്സിൽ ഞാൻ അസ്യൂംഡ് മീൻ മെത്തേഡ്, അതിനടുത്ത ക്ലാസ്സിൽ സ്റ്റെപ്പ് ഡിവിയേഷൻ മെത്തേഡും പഠിപ്പിച്ച് തരാം. ഇത് വീണ്ടും ചെയ്ത് പഠിക്കുക. ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു.